എലിസബത്ത് അങ്ങനെ വീണ്ടും വീണ്ടും ഒരു മണിക്കൂറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കേൾക്കാൻ പോകുന്നില്ല. അതിന്റെ റീസൺ മറ്റൊന്നുമില്ല, വല്ലാത്തൊരു ദേഷ്യം നമുക്ക് ഉള്ളിൽ വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വെറുപ്പും ഒരു ഫ്രസ്ട്രേഷൻ നമുക്കുണ്ടോ എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുത്തില്ല. ഒരുപാട് പേര് റിപ്പീറ്റഡ്ലി അവർ തന്നെ കണ്ടന്റ് ആക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ അനുഭവിച്ച സെക്ഷൽ ടോർച്ചറും അതിനോടനുബന്ധിച്ച സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കമന്റ്സ് ഒന്നും പറയാതെ മാറി നിൽക്കുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും അവൾക്കുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇത് ആരെങ്കിലും കേട്ടിട്ട് പ്രതിവിധി നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എലിസബത്ത് ഇത് ചെയ്യുന്നതെങ്കിൽ വേസ്റ്റാണ്. കാരണം ഇത്രയും ദിവസമായിട്ട് പോലും എലിസബത്തിന് വേണ്ടിയിട്ട് ഒരാൾ പോലും മുൻപോട്ട് വരാത്തടുത്ത് വേസ്റ്റായിട്ട് അയാളെ പേര് ചീത്തയാക്കാം എന്നതിനപ്പുറം വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇനി ഒന്നും കൂടി ഉണ്ട്, ബാലശക്തനാണ്, അത്യാവശ്യം ഫണ്ടുണ്ട്, മാത്രമല്ല നല്ലൊരു ക്രിമിനൽ കൂട്ടായ്മ അയാൾക്കൊപ്പം ഉണ്ട് തന്നെയാണ്. ഫിസിക്കലി ഇവരെ അറ്റാക്ക് ചെയ്തില്ലെങ്കിലും അല്ലാത്ത രീതിയിൽ ഇവർക്ക് പരിപാടി കിട്ടും. കാരണം ഇത്രയും രീതിയിൽ അവരെ പറ്റി മോശം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് പരാതി കൊടുക്കാൻ പറ്റും, അവൾ കൊടുത്തില്ലെങ്കിലും. അവർ നിശ്ചയമായും കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇയാളുടെ പരാതിയേക്കാൾ വാല്യുബിളായ ഒരു പരാതിയാണ് എലിസബത്തിൻ്റെത്. കാരണം സെക്ഷലി ഉപയോഗിച്ചു എന്നുള്ളത് സത്യം, വിവാഹം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. പലയിടങ്ങളിൽ നിരന്തരമായി പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ഒഫീഷ്യൽ മാരേജ് ഇതാണ്, അതല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. பற்றி தப்பாக பேசினேன். இப்போ ஒருத்தர் நாங்கள் பிடிச்சோம், ஒரு பெரிய கான்ட்ரவர்சி ஆச்சு. என் மனைவி மாமா பொண்ணு வந்து வேலைக்காரின்ட்டான். அது பெரிய கான்ட்ரவர்சி ஆச்சு. அவன் அந்த சேனலே மூடிட்டான். அவனோட ஃப்ரஸ்ட்ரேஷன் என்னென்னா, அவனுக்கு கல்யாணமே ஆகலை. அவனோட ஃப்ரஸ்ட்ரேஷன் பாருங்க, அவனுக்கு 44 வயசுக்கு மேலே ஆயிடுச்சு, யாரும் பொண்ணு கொடுக்கல. ஆனால் நியூஸ் வருது என்ன, நடிகர் பாரா 4வது கல்யாணம். உண்மையா? அஃபிஷியலி நான் இதை 2வது கல்யாணம், அதுதான் உண்மை. பட் அவன் வந்து அப்படி போட்டது, இவர் மட்டும் 4 கட்டிட்டாரு, வாழ்க்கையில் எனக்கு ஒரு பொண்ணு கிடைக்கல. தேவையில்லாத நெகட்டிவ் கமெண்ட்ஸ்லாம். இப்போ இவங்க இப்போ நீங்கள் இதுக்கெல்லாம் கோபமாயிட்டீங்களா? இல்லை நீங்கள் என்னம்மா இப்படிலாம் சொல்கிறாங்க அதெல்லாம் கூச்சிப்பீங்களா? தருவியா? അവളെ മാറി ഒരു ക്യാരക്ടർ ഉലകത്തിലെ യാർക്കുമേ കിടயாது. സത്യത്തിൽ താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണുമ്പുളയും വെച്ച് ഭയങ്കര വായ്ത്താളം പറയുന്ന ഇവൻ സത്യത്തിൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ മലയാളികളായതുകൊണ്ടാണ് ഇതിങ്ങനെ സഹിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ മലയാളികൾ ആരും തന്നെ ചാനൽ ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. പണം കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല. കാരണം അവർക്ക് സോഷ്യൽ മീഡിയ കിട്ടാവുന്നതിന്റെ മാക്സിമം കുത്ത് കിട്ടും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ നേരെ തമിഴ്നാട്ടിലുള്ള ചാനലുകാരെ പിടിച്ചിട്ട് അവിടെയും പറയുന്ന കാര്യം ഇതാണ്. 4 വിവാഹം കഴിച്ച ഒരു വിവാഹ തട്ടിപ്പ് വീരൻ ഇരുന്നു കൊണ്ട് കണാ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഫസ്റ്റിൽ പറഞ്ഞത് വളിരാജ് എന്ന് പറയുന്ന ഒരു ചാനലുകാരനുണ്ട്. അവന്റെ ചാനൽ പൂട്ടിയൊന്നും പോയിട്ടില്ല. അവന് പിന്നെ എല്ലാവരെയും അവഹേളനമാണുള്ളത് മെയിന്. അവനാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇനി ഒരു പടി കൂടെ പോയിട്ട് ഈ വളിരാജിനെ അടിക്കാനായിട്ട് ആളുകൾ കാറിൽ അവിടെ ചെന്നിരുന്നു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഗുണ്ടായിസമുള്ള ബാല വിചാരിക്കുന്ന അവന്റെ ചാനൽ പൂട്ടിപ്പോയി. അവന്റെ ചാനൽ പൂട്ടിയൊന്നും പോയിട്ടില്ല. മേ ബി അവനിട്ട ആ വീഡിയോ തട്ടി കാണും. പിന്നെ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബാല. അതൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ബാല. ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വീഡിയോയിൽ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ടിരിക്കുമ്പോൾ ഈ കള്ളത്തനങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തെളിയിക്കേണ്ടത് കോടതിയിലാണ്. എൻ്റെ ഫസ്റ്റ് ഉത്തരവാദിത്വം തെളിയിക്കേണ്ടത് കോടതിയിലാണ്. ഇപ്പോൾ ചെറിയ കാര്യം പറയാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിന് വേണ്ടി പറയാൻ, നിങ്ങളുടെ ബാല ഞാൻ ഇത്രയും വർഷം നിങ്ങളെ പരിചയമുണ്ട്. റേപ്പിസ്റ്റ്, പെണ്ണെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തു, ഫോർജറി ചെയ്തു, തട്ടിപ്പ് കേസ്, അതേപോലെ ഗ്രൂപ്പ് സെക്സ്, അത് വീട്ടിലല്ല ചെന്നൈയിലെ വീട്ടിൽ വേലക്കാരർ എല്ലാവരെയും വെച്ചിട്ട് സെക്സ് വെച്ചാണ്. സൂപ്പർ. ഡൊമസ്റ്റിക് വയലൻസ്, அந்த ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട്, പോലീസോടെ എവിഡൻസ് ഉണ്ട്, കാണിക്കാം. ചാരിറ്റി ബൈ ഫ്രോഡുലൻസ്, വെരി നൈസ്. ഒരു 21-ാം തീയതി ആകും, 20-21 കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ മാസം ഒരു പെൺകുട്ടിക്ക് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ്. പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പറയും, കണ്ടോ ബാലവ കണ്ടോ, ഹാർട്ടിൽ ആദ്യം ഹോൾ ഇട്ടു പിന്നെ അടച്ചു, അവൻ ഫ്രോഡാണ്. വെരി നൈസ്. എന്നാ ബില്ല് തരാം, പകുതി കാശ് നിങ്ങൾ അടയ്ക്കും. ബില്ല് തരാം, പൈസ നിങ്ങൾ അടയ്ക്കെന്ന് പറയാൻ, എടാ ഞങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല, ഞങ്ങൾക്കൊരു ക്രിമിനൽ പക്ഷവും ഇല്ല. അങ്ങനെ ഒരു ക്രിമിനൽ പക്ഷം ഉണ്ടെങ്കിൽ ആ സാധനം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നന്മപരമായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ല. നീ നാട്ടുകാരുടെ ബില്ലടയ്ക്കാൻ നടക്കുന്നുണ്ട്. എന്നെ ആ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നിന്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യല്ലേ കുച്ചെ. ഇമാതിരി ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അനാവശ്യമായി നീ നിന്റെ സ്വന്തം ശരീരത്തിൽ ഒന്നും ചെയ്യാൻ പോകല്ലേ, ഒരു പ്രയോജനം ഉണ്ടാവില്ല. അമ്മാതിരി ഒരു ദുഷ്ടനാണ് അവൻ. ഒരു പെണ്ണിനെയോ 2 പെണ്ണിനെയോ അല്ല, എത്ര പെണ്ണുങ്ങളെയാണ് ഇവൻ നശിപ്പിച്ചത്, എത്ര പെണ്ണുങ്ങളെയാണ് ഇവൻ വീണ്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വൃത്തികെട്ടവനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇവന്റെ വിചാരം ഇവിടെ എന്തോ കേരളത്തിലുള്ളവരൊക്കെ പിച്ച് എടുത്ത് കിടക്കുകയാണ്, ഇവനാണ് ഇവിടെ ഉള്ളവരെയൊക്കെ സംരക്ഷിക്കുന്നതെന്ന്. അവന്റെ വർത്തമാനം കേട്ടില്ലേ? ബില്ല് കൊടുക്കണമെന്ന് അവർ വന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർ അവരെ സംരക്ഷിക്കാറുണ്ട്. നീ കൂടുതലൊന്നും പറയണ്ട പാണ്ടി. പ്ലാൻഡ് മാസീവ് അറ്റാക്ക് ഞാൻ പോലും ഇന്നവരെ എഴുതി വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? കാരണം നിയമം പാലിക്കണം. ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരാളല്ല ചെയ്യുന്നത്,
ഒരു 4-5 പേരാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എല്ലാവരും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് വെൽ പ്ലാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു. ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം. ബാലായിനെ റേപ്പ് ചെയ്തു, കാമ കൊടൂരൻ, ചാരിറ്റി പറയുന്ന പച്ചക്കള്ളം, അടിച്ച് മുഖത്തടിച്ച് എന്തും പറയാം. പക്ഷേ എനിക്ക് ആ കോടതിയിൽ ഓർഡർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 10 ദിവസം എത്ര ദിവസമായി? ഒരു 1 വീക്ക്. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചതും, അപ്പോൾ ഇത്രയും കാലം സ്നേഹിച്ച് പരിചയമുള്ള എന്നെ ഈ ഒരു 5 ദിവസത്തിൽ നിങ്ങൾ മുമ്പ് ഞാൻ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. സാറില്ല, സെൻറ്റിമെൻറ്റ് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്, നീ ഒന്ന് വീഡിയോ ഇടുന്ന നിർത്താൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളിന്ന് സഹായിക്കാൻ പറ്റുമോ? ഭയങ്കര ശല്യോടാ, സഹിക്കാൻ വയ്യാത്തോണ്ട് പറയാ. നീ ഒന്ന് ഒഴിഞ്ഞു പോവോ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്ലീസ്? നീ മലയാളം പറയാം, നീ തമിഴ് പറ. അത് തമിഴന്മാരെ പോയി പറ്റിയില്ലേ ചെല്ലി. ഞങ്ങൾ ഇപ്പൊ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അമ്മാതിരി ഞെട്ടിക്കണ സത്യങ്ങളാണ് ആ കൊച്ചു പുറത്തു വിടുന്നത്. വൃത്തികെട്ടവൻ. എന്നിട്ടും അങ്ങ് തായ്ത്താളത്തിനൊരു കോണവും ഇല്ല. എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാതെ കാരണം ഒന്ന് ചെവി തുറന്ന് കേൾക്കണം. ഇത് എന്റെ ഫാൻസ് വേണ്ടിയാ പറയുന്നത്. ഒന്ന് ചെവി തുറന്ന് കേൾക്കണം. ഞാൻ എന്താ കേസും എന്താ പ്രശ്നവും വേണ്ടാന്ന് മനസമാധാനമായിട്ട് ഞാനും കോക്കിലാവും ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുന്നത്. നീ മനസമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കണമായിരുന്നു. നീ എലിസബത്തിനെ ചതിച്ചു. എലിസബത്തിനെ വിവാഹം കഴിച്ച് വിവാഹ തട്ടിപ്പ് വീരനാണ് നീ. ഇവിടെ അതിന് ക്രൈമാണത്. ആ ക്രൈമിന് ശിക്ഷയുണ്ട്. നീ എന്താ മണ്ടരുന്ന്? ഞങ്ങളൊക്കെ എന്താ പൊട്ടനാണോ? നീ എന്ത് തോന്നിവാസം കാണിച്ച ഞങ്ങളൊക്കെ കണ്ടും കേട്ട് മിണ്ടാണ്ടിരിക്കുമെന്നാ? എന്ത് വിവരക്കേടാണേ ഈ പറയുന്നത്? നിനക്ക് എന്റെ കോക്കിലേയും കൊണ്ട് അങ്ങോട്ട് പോ, കെട്ടിക്കേറിപ്പോ. ആ പെണ്ണ് കോമ്പൻസേറ്റ് ചെയ്യും, കൊടുക്കാനുള്ളത് കൊടുക്ക്. കൃത്യമായി എവളെ നഷ്ടപരിഹാരം വെക്കണം. നിന്നെ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ മറ്റൊരു ഞാൻ കേസ് ഇടണം വഴക്ക് പറഞ്ഞുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് കോക്കിലാണ് വിവാഹം കഴിക്കുന്നത്? ഡെയിലി കോടതി, കേസ്, പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പോകാൻ വേണ്ടിയാ. എനിക്ക് കുട്ടി വേണം. ഞാൻ ജീവിതത്തിൽ കുറേ അവസരിച്ചിട്ടുണ്ട്. എന്റെ യൂത്തിൽ പറയുന്ന കാര്യം എന്നെ വിട്ടുപോയി. ഇപ്പൊ 42 വയസ്സായി. ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. എനിക്കൊരു കുടുംബം വേണം. ദിസ് ഇസ് എ പ്ലാൻഡ് മാസീവ് അറ്റാക്ക്. എന്തായാലും തെളിവിൽ വരും. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ എന്താ മിണ്ടാത്തത്? ശരി, നാട്ടുകാർ ഇടപെട്ട പെണ്ണിനെ ഒതുക്കണം. അമൃതയെ ഒതുക്കിയതുപോലെ എലിസബത്തിനെ ഒതുക്കണം. അമൃതയുടെ അടുത്ത് നിന്റെ കാര്യം ഏറ്റ്. അത് പിന്നെ തിരുപ്പിലും സംഗീസമുള്ള പെണ്ണ. അതുകൊണ്ട് ആളുകൾക്ക് ചെറിയ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. ഇതല്ലല്ലോ, ഇത് കാറ്റഗറി വേറെയല്ലേ. ഇവിടെ നിന്റെ ഈ ഒരു കളി വെക്കൂലടാ. ഇത് ആളുകളെ ഇളക്കി വിടുന്നതാണ്, മനസ്സിലായോ? എലിസബത്തിനെതിരായിട്ട്. എന്നെ ഇപ്പൊ അവകാശം, എന്റെ ഭർത്താവിന് അവകാശപ്പെടുന്നവര് ഒപ്പിടാണ് വരേണ്ടത്, ഇവർ കൊടുക്കാണ് വരേണ്ടത്. ജേക്കബ് എന്തിനാണ് ലിവർ തരണം? അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ജേക്കബ് എന്തിനാ ഇവർക്ക് ലിവർ തരണം? അപ്പോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജേക്കബ് ലിവർ കൊടുത്തു എന്ന്, അതായത് എലിസബത്ത് ലിവർ കൊടുത്തില്ല. അതാണ് പ്രശ്നം. നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവളെ ഓർഗൻസ് എല്ലാം എടുത്ത് നിന്റെ അണ്ണാക്കി തരിക എന്നല്ല. അവൾക്ക് സൗകര്യമില്ലായിരുന്നു തരാൻ. അത് കാരണമാണോ? മനസ്സിലായില്ലേ? ഇവൻ കല്യാണം കഴിക്കുന്നത് പെണ്ണുമ്പിളെ ഇവനെ തുടക്കുകയും തൂക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവനെ സെർവ് ചെയ്യാനാണ് ഇവൻ പെണ്ണ് കിട്ടുന്നത്. അത് പറ്റൂല എന്ന് പറയുന്ന പെണ്ണുങ്ങളെ ഇവൻ പീഡിപ്പിക്കും, അടിക്കും, നാർസിസം കാണിക്കും. അത് തന്നെയാണ് സംഗതി. ഈ പെണ്ണും ഒന്ന് മാറിയാൽ, ഇപ്പൊ ഭാര്യ ഊട്ടി കൊടുക്കുന്നില്ലേ, അത് ഒരു ദിവസം ഒന്ന് നിർത്തി നോക്കട്ട്. അപ്പൊ കാണാം ഇവക്ക് കിട്ടാൻ പോണ ഈട്ടി. എടീ, പഴുത്തല വീഴുമ്പോ പച്ചല ഇരുന്ന് കിണിക്കുന്ന കണക്ക് നിനക്ക് ഇതിന്റെ അപ്പുറം വരാനിരിക്കും. നീ എഴുതി വെച്ചോ. 3 മാസം നേരെ ചെവി നീ തികച്ചാ പോത്തു. മോങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത്. നേരെ വണ്ടി കെട്ടോണം അങ്ങോട്ട്, തമിഴ്നാട്ടിലോട്ട്. ഇവിടെ കിടന്ന് മോങ്ങരുത്. അതൊക്കെ നിനക്ക് അമ്മക്കറിയാത്ത കാര്യങ്ങളൊക്കെ പലതിൽ അവള് പറയുന്നുണ്ടടി. നീ ഇത്രയും ഭയങ്കര ക്രിമിനലാണെന്ന് ആ കൊച്ചു പറഞ്ഞപ്പോഴാ മനസ്സിലായത്. പോടാ എഴുച്ചി. അതുണ്ട്, അങ്ങനെ ഒരു കൂട്ടുകെട്ട് നിനക്കുണ്ട്. ആ പേര് ഞാൻ ഇട്ടുതരാം കേട്ടാ. തെളിവ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളവർക്കൊന്നും നല്ല സുഖമില്ല.
ഇവിടെ ഉള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാൻ തന്നെ സമയമില്ല. അപ്പോഴാണ് ഇനി എവിടെന്നാ വന്നൊരു പാണ്ടി ലോറിയ. എടാ എന്റെ പൊന്ന അതിഥി തൊഴിലാളി ഇവിടെ നിന്നൊന്ന് പോയി തരുമോ? ഉദ്ദേശം മനസ്സിലായില്ല. ഞങ്ങൾ നല്ലൊരു ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല. പിന്നെ വെറുതെ ഇരിക്കുന്ന ജേക്കബ് അവൻ കാണുന്നതാണ് ജീവിച്ചിരിക്കുന്നത്. കാരണം അത് നടന്ന സംഭവങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പൊ എവിടെയായിരുന്നു അവര് പറഞ്ഞപ്പോ വേറെ ഒരാളുണ്ട്. മെസ്സേജ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അവരും കൂടെ പുറത്തു വരാൻ പോകുന്നു. ചെയ്ത ദ്രോഹം എന്നാണ് പറഞ്ഞു. എന്തായാലും ദ്രോഹങ്ങൾ പുറത്തു വരും, വരാതിരിക്കില്ല. തീർച്ചയായിട്ടും വരും. എത്ര വലിയ ഡേഞ്ചറിലാണ് ഈ സിറ്റുവേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ വിത്ത് എവിഡൻസ് പറഞ്ഞാൽ എല്ലാം തെളിക്കും. ഞാൻ മിണ്ടാതിരിക്കുന്നു. അവരവർ അവരുടെ ജീവിതം നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയുന്നു, കടൽ സത്യമായ കസ്തൂരി ആരും എനിക്കറിയില്ല. എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ ഫൈറ്റിലൊക്കെ ഞങ്ങളില്ല. ഞങ്ങൾ അമ്പലം ശിവരാത്രി ഉണ്ടായിരുന്നു, അമ്പലത്തിലേക്ക് പോയി, കുറേ അമ്പലങ്ങൾ പോയി, നല്ല മൈൻഡ് സെറ്റിൽ, നല്ല പോസിറ്റീവ്. നിങ്ങൾ അങ്ങനെ ജീവിക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒരാളെ വെറുതെ എന്നെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്തെന്നൊക്കെ പറയുന്നത് കുടുംബമില്ലേ, നാട്ടുകാരല്ലേ? കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കല്ലെന്ന് ഞാൻ തെളിയിക്കും, എല്ലാം തെളിയിക്കും. അത് വേറെ. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് തെളിയിച്ച ശേഷം ആ വീഡിയോ കണ്ടില്ലല്ലോ. അപ്പൊ എന്നും ഓഡിയൻസ് മനസ്സിൽ ഇതേ ഉണ്ടാവുന്നു. തെളിയിച്ച ശേഷം എല്ലാവരും ഈ വീഡിയോ തിരിച്ചു കാണുമോ? ഇല്ലല്ലോ. എല്ലാവരും പക്ക ക്യാരക്ടർ അസാസിനേഷൻ. ഞാൻ ജീവിക്കാൻ എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതം എന്തായാലും നോക്കിക്കോളൂ. എവിഡൻസ് എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഭീഷണിയാണ് തള്ള മെയിൻ. നീ ഇനി കൊണ്ടുപോവാ നിന്റെ എവിഡൻസ് കൊണ്ട്. മിണ്ടായിടാ ചിലക്കായിടാ. നമുക്ക് ഇനി കമന്റ്സിലേക്ക് പോകാം ഗായ്സ്. കമന്റ്സ്. എലിസബത്ത് ഒരിക്കലും കള്ളത്തരം പറയില്ല. 100 ഉറപ്പ്. ഗുഡ് ആവണി, സൂപ്പർ. എലിസബത്ത് ചേച്ചി ഈസ് 100% റിയൽ ആൻഡ് ട്രൂത്ത് പേഴ്സൺ. മോനെ പെണ്ണുങ്ങൾ ഇറങ്ങി കമന്റ് മുഴുക. അനുപമ. അനുവച്ചു. ഇത് ഒരു കുടുംബ വിഷയമാണ്. ബാലയുടെ ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, പിന്നെ മൂന്നാമത്തെ ഭാര്യ, പിന്നെ മോളും തമ്മിലുള്ള പ്രശ്നം. ഇതിൽ ഞങ്ങൾ എന്ത് പറയാനാണ്? ഇത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുക. അണ്ണേ നിങ്ങൾക്ക് കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കാതെ നീങ്ക കളമ്പ് തമിഴ്നാട്ടിക്ക് പോയിക്കോ. റൂബി. ആവണി. നിന്നെ പോലെ കള്ളത്തരം എലിസബത്തും അമൃതയും പറഞ്ഞിട്ടില്ല. കറക്റ്റ്. അയ്യോ വീഡിയോ ഇടാതെ ഇരിക്കല്ലേ ബാല സാർ. നിങ്ങളുടെ വീഡിയോ കണ്ടില്ലേൽ ഉറക്കം പോലും നഷ്ടപ്പെടും. ഓണത്തിന് എലിസബത്തിന്റെ വായിൽ ആ ചോറ് ഇടിച്ചു വെക്കുന്ന വീഡിയോയിലുണ്ട് നിങ്ങളുടെ ക്യാരക്ടർ. സോ പുവർ. അണ്ണന്റെ എല്ലാ വീഡിയോയിലും അണ്ണൻ പറയുന്നു അണ്ണന്റെ നല്ല മനസ്സ് എന്ന്. ഈ അണ്ണന്റെ ഔദാര്യത്തിലാണോ കേരളത്തിലുള്ളവർ മൊത്തം ജീവിക്കുന്നത്? ഒരു പോയിന്റാണ്, വളരെ നല്ലൊരു പോയിന്റാണത്. നിനക്കൊരു ഫാൻസും ഇല്ല കേരളത്തിൽ. നീ നിന്റെ ഒരു കോക്കിലയും. അവളെയെങ്കിലും നേരെ നോക്കി ജീവിക്കാൻ നോക്കി, ആളുകളെ പറ്റിക്കാതെ. ജെനി ജോൺ. എലിസബത്ത് ഈസ് പ്യുവർ ജാം. അവർ നിങ്ങളുടെ വീഡിയോസിൽ പണ്ട് വരുമ്പോഴേ ഞങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. അവരെന്തോ അവിടെ അനുഭവിക്കുന്നുണ്ടെന്ന്. അവർ വാ തുറക്കാൻ തുടങ്ങി, ഇയാൾക്ക് കൊള്ളാനും തുടങ്ങി. നിങ്ങൾ ഇന്നസെന്റ് ആണെന്നാണോ പറയുന്നത്? കഷ്ടം. ഇപ്പൊ വരും കസ്തൂരിയൊക്കെ മെസ്സേജും പൊക്കി പിടിച്ചുണ്ട്. അതിൽ 5-6 പാരനോയിയയും കൾച്ചറൽ റേസിസവും കാണും. 15 മിനിറ്റ് വീഡിയോ. നീ എന്നാ തേങ്ങയാ പറഞ്ഞേ? വലിയൊരു കടലാസ് കൈ പിടിച്ച് തറശോ. നീ തമിഴ്നാട് പോയി കാണിക്കൂ. സ്റ്റാലിൻ സാർ ബാലയെ എടുത്തിട്ട് അരിക്കൊമ്പനെ തിരിച്ചു തരാൻ പറ്റുമോ? ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് വേണ്ട കമന്റ് മുഴുക്ക അങ്ങ് തൊലിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നാണമില്ലാതെ തമിഴന്മാരെ കൂടെ പറയിക്കാനുണ്ടായ ലാനത്ത് വെച്ചിട്ട് പോടാ ഇറങ്ങി കുണ്ടേ. അവൻ നടക്കണ ഒരു പെണ്ണിനെ പരസ്യമായിട്ട് അപമാനിച്ചിട്ട്. ആദ്യത്തെ വിവാഹത്തിൽ ആ അമൃതയുടെ കുറച്ച് ചെയ്ത അമൃതയുടെ കയ്യിലും ഉണ്ട്. അതുകൊണ്ടാണ് അമൃതയ്ക്ക് അത്രയും കേൾക്കേണ്ടി വന്നത്. ഈ പെങ്കൊച്ചിനെ പറയാൻ നിനക്ക് 1% അർഹതയില്ല. എന്തുവായിരുന്നു എലിസബത്ത്? കമന്റ് ഞാൻ പറഞ്ഞാൽ കൂടി പോകും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്ലീസ് കമന്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. നമസ്കാരം. ആക്ടർ ബാല ഹിയർ. ഒന്നല്ല, ചെറിയ ഒരു കാര്യം പറയാനുണ്ട്. അവനവൻ ചെയ്യുന്ന തെറ്റിന് അവനവൻ ഡെഫിനറ്റ്ലി കർമ്മ പണിഷ്മെന്റ് കൊടുക്കും. നല്ലത് ചെയ്താൽ നല്ലത് നടക്കും, ചീത്ത ചെയ്താൽ ചീത്തയെ കിട്ടുള്ളൂ. ഇപ്പൊ ഇന്ന് രാവിലെ തൊട്ട് തന്നെ കുറച്ച് പേര് മീഡിയയിൽ കുറേ പേര് എന്നെ വിളിക്കുകയാണ്. ദാറ്റ് ഇസ് നോട്ട് മൈ ലൈഫ്. എന്റെ ലൈഫ് അല്ല അത്. ദിസ് ഇസ് മൈ വൈഫ്. ഞാൻ പുതിയ ലൈഫിലേക്ക് പോയി നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോയി പുതിയ കാര്യങ്ങളിലേക്ക് ഇങ്ങോട്ട് പോവാ. സോ ചില പേര് ഇങ്ങനെ അവരങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ. എനിക്ക് അഭിപ്രായം പറയാൻ ഐ ഹാവ് നോ റൈറ്റ്സ്. அவரும் நானா இருக்கட்டேன், நான் பிரார்த்திக்கிறேன். காட் பிளஸ். நீயும் நானும் பார்க்க முடியாத தூரத்துல இருந்தாலும் சரி, பேச முடியாத சூழ்நிலையில இருந்தாலும் சரி,